ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ സംസ്ഥാനത്ത് കിട്ടുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് അലർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് മഴ കിട്ടുന്നു, ശക്തമായ കാറ്റ് വീശിയടിക്കുന്നു, ഇടിമിന്നലുണ്ടാകുന്നു. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെയും മഴക്കെടുതികളൊക്കെ തന്നെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഇത്തരത്തിലൊരു ചേഞ്ച് വരാൻ കാരണം? നമ്മുടെ കാലവർഷത്തിൻ്റെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇടിമിന്നൽ നമുക്ക് കാലവർഷ സമയത്ത് ഉണ്ടാകുന്നൊരു കാര്യമല്ല. നമ്മൾ പ്രീ മൺസൂൺ അല്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെ അല്ലെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണിലൊക്കെയാണ് നമുക്ക് ഇടിമിന്നലുകൾ കാര്യമായിട്ടുണ്ടാകാറുള്ളത്. പക്ഷേ അതിപ്പോൾ കാലവർഷ സമയത്ത് നമുക്ക് അസാധാരണമായ രീതിയിൽ ഉണ്ടാകുന്നു. കാറ്റ് സ്വാഭാവികമായിട്ടും മൺസൂൺ സമയത്ത് ഉണ്ടാകുന്നതാണ്, പക്ഷേ അതിൻ്റെ ശക്തി കൂടിയിരിക്കുന്നു. 60 കിലോമീറ്റർ വേഗതയിലൊക്കെയുള്ള കാറ്റ് കഴിഞ്ഞ സ്പെല്ലിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. 60 കിലോമീറ്റർ അല്ലെങ്കിൽ 62 കിലോമീറ്ററാണ് നമ്മുടെ സൈക്ലോണിൻ്റെ അകത്ത് ഒരു ചുഴലിക്കാറ്റ് സമയത്ത് നമ്മൾ മിനിമം ഉണ്ടാകുന്ന ഒരു കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തീവ്രതയിലുള്ള കാറ്റ് നമുക്ക് വീശിയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് കാലവർഷത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ട്. നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, കാലാവസ്ഥ പ്രതിസന്ധിയുടെ ഒരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വെതർ ഫിനോമിനാൻസിൽ എക്സ്ട്രീമുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ എത്രത്തോളം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ത്തോട് ചേർത്ത് വെക്കാമെന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. അതിലിപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ കാലവർഷത്തിൻ്റെ സ്വഭാവത്തിലുണ്ട്, മൺസൂണിൻ്റെ സ്വഭാവത്തിലുണ്ട്. ഒരുപക്ഷെ ചൂട് കൂടുന്നതും പിന്നെ നമ്മുടെ ആഗോളതലത്തിലുള്ള പല കാലാവസ്ഥ പ്രതിഭാസങ്ങളുടെ സ്വാധീനവും ഒക്കെ ആയിരിക്കും അതിൻ്റെ കാരണം. അത് കൂടുതൽ പഠനങ്ങൾ നടത്തി പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. താങ്കൾ ശരിയായി സൂചിപ്പിച്ച പോലെ ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അതിതീവ്രമായ രീതിയിൽ അല്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള വീശിയടിക്കുന്ന കുറച്ച് സമയത്തേക്കാണെങ്കിലും കുറച്ച് ലൊക്കാലിറ്റിയിലേക്കാണെങ്കിലും വീശിയടിക്കുന്ന കാറ്റ്, ഇടിമിന്നൽ, അതുപോലെ മഴയുടെ സ്വഭാവം. ഈ കുറേ ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ 1-2 ദിവസം കൊണ്ട് പെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് പെയ്യുന്നു, 2-3 മണിക്കൂർ കൊണ്ട് വലിയ രീതിയിലുള്ള തീവ്രതയിൽ മഴ പെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അപകടങ്ങളുടെ ഇത് കൂടുന്നത്. നമ്മൾ മഴയുടെ ആകെ അളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ മാസത്തിൽ നമുക്ക് ഇതുവരെ പെയ്ത മഴ ഒരു നോർമൽ മഴയാണ്. നമുക്ക് വർഷങ്ങളെ കഴിഞ്ഞൊരു 30 വർഷത്തെ നമ്മുടെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ ആവറേജിന് ആനുപാതികമായിട്ടുള്ള മഴയാണ് നമുക്ക് പെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മഴ പെയ്ത്ത് രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം, അത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഈ കാറ്റ് വലിയ രീതിയിൽ നമുക്ക് മരങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നു. മതിലുകൾ, വീടുകൾ, കെട്ടിടങ്ങൾ തന്നെ തകരുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ അത് ഈ പെയ്ത്ത് രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമുക്ക് അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. പക്ഷേ ആ കാരണങ്ങൾ നമുക്ക് ഇല്ലാതാക്കുക എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വെതറിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനും അതിനെ അതിജീവിച്ച് ജീവിക്കാനുമുള്ള രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം മഴയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്ന് നമ്മൾ പഠിച്ചാൽ പോലും ആ മാറ്റങ്ങൾ നമുക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് നിലവിൽ. അത് ഒരുപാട് കാലമെടുത്ത് മാറ്റങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾക്കനുസൃതമായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.